ഇൻഡോറിലെ മത്സരം രസകരമായ ഒരു അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. സൂറത്തിൻ്റെ മാതൃകയിൽ ഇൻഡോറിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഇൻഡോറിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സൂറത്ത് മാതൃകയിൽ ഒരു ഏകപക്ഷീയ വിജയം അവിടെ വരുന്നില്ല. ഇൻഡോറിൽ തെരഞ്ഞെടുപ്പുണ്ടാകും, പക്ഷേ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. BSPക്കുണ്ട്, SUCAക്കുണ്ട്, അങ്ങനെ ഏകദേശം 16ഓളം സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട് എന്നാണ് വെക്കുന്നത്. പക്ഷേ അവിടെ ഏറ്റവും ഇപ്പോൾ ശക്തമായി വരാൻ പോകുന്നത് നോട്ടയാണ്. അതിനൊരു കാരണമുണ്ട്. കോൺഗ്രസ് നോട്ടയ്ക്ക് വോട്ട് ചെയ്തേക്കുമെന്നൊരു സൂചനയുണ്ട്. ബാലു, എന്താണ് കേൾക്കുന്നത്? ഈ കോൺഗ്രസ് കേന്ദ്രങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ഈ ഇൻഡോറിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചയിലായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമോ അതോ നോട്ടയെ ഇവിടെ ഫലപ്രദമായി ഉപയോഗിക്കണമോ എന്ന ചർച്ചയായിരുന്നു കോൺഗ്രസ് കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ BSPയുടെ സ്ഥാനാർത്ഥിയുണ്ട്, അതുപോലെ തന്നെ SUCAയുടെ സ്ഥാനാർത്ഥിയുണ്ട്, ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളിൽ പലരും കോൺഗ്രസിൻ്റെ പിന്തുണയൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നതിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു വിശ്വാസമില്ല. പക്ഷേ കോൺഗ്രസ് ഒരു പുതിയൊരു നീക്കം നടത്തുകയാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുക. നോട്ടയ്ക്കായി പ്രചരണം നടത്തുക, പരമാവധി വോട്ട് നോട്ടയ്ക്ക് കൊടുക്കുക എന്നതാണ്. ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം സുപ്രീം കോടതിയിൽ സമീപകാലത്ത് ഒരു കേസ് വന്നിരുന്നു. ആ കേസിൽ പറഞ്ഞിരുന്നത് നോട്ടയ്ക്കാണ് പരമാവധി വോട്ട് കിട്ടണമെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുക. എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഹർജി നൽകിയിരുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് സുപ്രീം കോടതി ആരായുകയും ചെയ്തു. അതുകൊണ്ട് നോട്ടയ്ക്ക് പരമാവധി വോട്ട് നൽകിക്കൊണ്ട് BJPക്ക് ഒരു കനത്ത തിരിച്ചടി നൽകാനാണ് ഇവിടെ ഇൻഡോറിൽ നടക്കുന്നത്. ഏതായാലും സൂറത്ത് പോലെ ഒരു കാര്യമുണ്ട്. ഇൻഡോർ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. കൈലാഷ് വിജയവർഗീയയുടെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ ഈ ഒരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട്, അതായത് നോട്ടയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി BJPയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. സൂറത്തിലും സമാനമായ ആവശ്യം വന്നിരുന്നു. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ഇല്ലാതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ല എന്ന് പറയുന്ന വോട്ടർമാരുണ്ടായിരുന്നു. അവിടെ ഒരു നിയമപ്രശ്നം അങ്ങനെ വരുന്നുണ്ട്. എന്തുകൊണ്ട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നില്ല? ആ ഒരു വിഷയം കൂടി ഈ സുപ്രീം കോടതിയുടെ ഹർജിയിൽ വരുന്നുണ്ടോ? സുപ്രീം കോടതിയിൽ ആ വിഷയവും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സൂറത്ത് മാതൃകയിൽ തന്നെ ഇവിടെയും ഈ മറ്റ് സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കുന്നതിന് അവരുടെ മണ്ടയിൽ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ തന്നെ 3-4 പേര് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ പിൻവലിക്കാതെ നിന്നിരുന്ന സ്ഥാനാർത്ഥികളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഇത്തരമൊരു പോരാട്ടത്തിന് സഹായിച്ചത് എന്ന് വേണം പറയേണ്ടത്. കാരണം അവരും കൂടെ പിൻവലിച്ചിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത ഒരു നിലപാട് വരുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഈ നോട്ട ക്യാമ്പയിനിങ് നടത്തുന്നതിന് മറ്റൊരു രാഷ്ട്രീയ നീക്കം, ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം നടത്തുക. കാരണം വളഞ്ഞ വഴിയിലൂടെയാണ് BJP ഇത്തരത്തിൽ ഈ അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ BJPക്ക് എതിരായുള്ള, അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയോട് അതിൻ്റെ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് നോട്ടയിലൂടെ പ്രകടിപ്പിക്കുക എന്നതാണ്. നോട്ടയ്ക്ക് വലിയ ഭൂരിപക്ഷമൊക്കെ കിട്ടുമെന്നൊക്കെയാണ് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും ഒക്കെ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി എടുത്ത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതൊരു പുതിയ തീരുമാനമാണ്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകളും ചലനങ്ങളും ഒക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിലിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ് കാന്തി ബം എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഒരു 2 ദിവസം മുമ്പ്, പത്രിക പിൻവലിക്കുന്നതിന് 2 ദിവസം മുമ്പ് BJPക്കെതിരെ ആഞ്ഞടിച്ച ഒരാളാണ്. പക്ഷേ പത്രികയിൽ പറയാത്ത ഒരു പഴയ കേസ് ഇവർ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. BJP ഒരു കേസ് വന്നു. ആ കേസുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചുകൊണ്ടുള്ള ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏതായാലും ഇൻഡോർ ഒരു മത്സരത്തിലേക്ക് തന്നെ നീങ്ങുന്നു. നോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുക. കാത്തിരുന്ന് കാണാം.